സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാൻ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചിന്തിച്ചു വരുന്നത്. ഏറ്റവും പ്രിയപുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. ദാനിയേലിനെ ജീവനുള്ള ദൈവത്തിൻ്റെ അനന്ത സ്നേഹം ബലപ്പെടുത്തുകയാണ്.
ദാനിയേലിൻ്റെ ഭയപ്പാട് ദൈവം മാറ്റുകയാണ്. ദാനിയേലിന് സമാധാനം നൽകുകയാണ്. 12 അധ്യായമുള്ള ഒരു ചെറു ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവാചകരുടെ പുസ്തകം. ഈ 12 അധ്യായങ്ങളിലായി പടർന്നു കിടക്കുന്ന ആശയങ്ങളെയെല്ലാം ഒന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ ചുരുങ്ങിയ ചില വാക്കുകളിൽ നമുക്ക് അത് സംക്ഷേപിക്കാം. 1 ഡിസിഷൻ, 2 പ്രൊമോഷൻ, 3 പ്രൊട്ടക്ഷൻ, 4 പ്രൊഫഷൻ, 5 പൊസഷൻ. 1 ഡിസിഷൻ, ദാനിയേൽ യാതൊരു കാരണവശാലും തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഡിസിഷൻ, തീരുമാനമെടുത്തു. തന്മൂലം ദാനിയേലിന് അഭിവൃദ്ധി ലഭിച്ചു, പ്രൊമോഷൻ ലഭിച്ചു. 2 പ്രൊമോഷൻ, പേർഷ്യൻ സാമ്രാജ്യത്തിൽ 127 സംസ്ഥാനമുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും അധിപന്മാരായ ഗവർണർമാരുടെയും മീതെ 3 പ്രസിഡൻസ് ഉള്ളതിൽ ഒന്നാമനായി ദാനിയേൽ വിളങ്ങി. അത്യത്ഭുതകരമായ ഒരു വളർച്ചയും ഉയർച്ചയുമാണ് ദൈവം ദാനിയേലിന് നൽകിയത്. ദാനിയേൽ ഉയർന്നുയർന്നു വന്നു. പ്രൊമോഷൻ. ഉയർച്ച വരുംതോറും ദാനിയേലിന് അസൂയാലുക്കൾ പെരുകി. ഉയർന്ന സ്ഥാനത്തുള്ളവർ തന്നെ ദാനിയേലിൻ്റെ ശത്രുക്കളായി മാറി. അവർ ദാനിയേലിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. പക്ഷേ ദൈവം ദാനിയേലിന് പ്രൊട്ടക്ഷൻ കൊടുത്തു. ദൈവം ദാനിയേലിന് സംരക്ഷണം കൊടുത്തു. ദൈവത്തോട് പറ്റി നിൽക്കുന്ന ദൈവദാസന് സംരക്ഷണം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു കൃപയാണ്. എക്കാലത്തും ദൈവം അത് ചെയ്തിട്ടുണ്ട്. ദൈവം ദാനിയേലിന് സംരക്ഷണം കൊടുത്തു, പ്രൊട്ടക്ഷൻ കൊടുത്തു. ദാനിയേൽ ദൈവത്തിന് പ്രിയപുരുഷനാകാനുള്ള മറ്റൊരു കാരണം, ദാനിയേൽ തൻ്റെ ജീവിതത്തിൽ അത്രയും ഉയർന്ന ഉദ്യോഗത്തിലിരുന്നെങ്കിലും ദാനിയേലിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അനേകരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുക എന്നുള്ളതായിരുന്നു. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നുവെന്നേക്കും പ്രകാശിക്കും എന്ന് ഒടുവിലത്തെ അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കണ്ടു. ദാനിയേലിൻ്റെ പ്രൊഫഷൻ, ദാനിയേലിൻ്റെ ഉദ്യോഗം പലരെയും നീതിയിലേക്ക് തിരിക്കുക. ജീവിതം അർത്ഥവത്താകുന്നത് അങ്ങനെയാണ്. ജീവിതം പ്രയോജനപ്രദമാകുന്നത് അങ്ങനെയാണ്. അനേകരെ നീതിയിലേക്ക് തിരിക്കുക. ദാനിയേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5-ാമത്തെ കാര്യം, ദാനിയേലിന് ദൈവം പൊസഷൻ കൊടുത്തു, അവകാശം കൊടുത്തു. ദൈവം ഓഹരി കൊടുത്തു. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഓഹരി, ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ ഓഹരി, ദൈവത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഓഹരി ദാനിയേൽ ദൈവം അവകാശം കൊടുത്തു. 12-ാം അധ്യായം 13-ാം വാക്യം എങ്ങനെയാണ് പറയുന്നത്? നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി നിനക്ക് ലഭിക്കും. കാലത്തിൻ്റെ അവസാനം വരും. അന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഓഹരി നൽകുന്ന ദിവസമാണ്. അന്ന് നിനക്ക് ഓഹരി ലഭിക്കും. ഇപ്പോൾ നീ തൽക്കാലം മരണമെന്ന വിശ്രമത്തിലേക്ക് നീ പൊയ്ക്കുള്ളൂ. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഒരു ഓഹരിയുണ്ട്, ഒരവകാശമുണ്ട്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 16-ാമത്തെ സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. 16-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ല ഒരു അവകാശം ലഭിച്ചിരിക്കുന്നു. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. ദൈവമാണ് എൻ്റെ ഓഹരി, ദൈവമാണ് എൻ്റെ അവകാശം. നിത്യനായ ദൈവമാണ് എൻ്റെ സമ്പത്ത്, ദൈവമാണ് എൻ്റെ സ്വത്ത്, ദൈവമാണ് എൻ്റെ മൂലധനം, ദൈവമാണ് എൻ്റെ ഏക ആശ്രയം. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണ്ടിരിക്കുന്നു. ലിവിങ് ബൈബിൾ വായിക്കുമ്പോൾ അതിങ്ങനെ കാണുന്നു. ദ ലോർഡ് ഹിംസെൽഫ്
is my inheritance, my prize. He is my food and drink, my highest joy. He guards all that is mine. He sees that I'm given pleasant brooks and meadows as my share. What a wonderful inheritance. വളരെ അർത്ഥവത്തായ പ്രയോഗമാണ് ലിവിങ് ബൈബിളിൽ നാം വായിക്കുന്നത്. ദ ലോർഡ് ഹിംസെൽഫ് ഇസ് മൈ ഇൻഹെറിറ്റൻസ് ആൻഡ് മൈ പ്രൈസ്. എൻ്റെ അവകാശം ദൈവം തന്നെയാണ്, എൻ്റെ സമ്മാനവും ദൈവം തന്നെയാണ്. എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം ദൈവമാണ്. ഹി ഈസ് മൈ ഇൻഹെറിറ്റൻസ് ആൻഡ് മൈ പ്രൈസ്. ദൈവം എൻ്റെ വലിയ അവകാശമാണ്, ദൈവം എൻ്റെ സമ്മാനമാണ്. ഹി ഈസ് മൈ ഫുഡ് ആൻഡ് ഡ്രിങ്ക്, മൈ ഹയസ്റ്റ് ജോയ്. അവനെൻ്റെ ഭക്ഷണമാണ്, അവനെൻ്റെ പാനീയമാണ്. ദൈവം എൻ്റെ ഭക്ഷണവും പാനീയവുമാണെന്ന് മാത്രമല്ല, അവൻ എൻ്റെ ഏറ്റവും അത്യുന്നതമായ സന്തോഷമാണ്. എൻ്റെ ആനന്ദത്തിൻ്റെ മികവും തികവുമാണ് ദൈവം. ഹി ഈസ് മൈ ഫുഡ് ആൻഡ് ഡ്രിങ്ക്, മൈ ഹയസ്റ്റ് ജോയ്. ഹി ഗോഡ്സ് ഓൾ ദാറ്റ് ഈസ് മൈൻ. എൻ്റേതായിട്ടുള്ളതെല്ലാം അവൻ സംരക്ഷണ ചെയ്യുന്നു, അവൻ ഗാർഡ് ചെയ്യുന്നു, അവനതെല്ലാം സംരക്ഷിക്കുന്നു, അവനതെല്ലാം സൂക്ഷിച്ച് സംരക്ഷിക്കുന്നു. ഹി ഗോഡ്സ് ഓൾ ദാറ്റ് ഈസ് മൈൻ. എൻ്റേതെല്ലാം, എൻ്റെ സ്വത്ത്, എൻ്റെ ജോലി, എൻ്റെ ഭവനം, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ ആരോഗ്യം, എനിക്കുള്ളതെല്ലാം എല്ലാം അവൻ ഗാർഡ് ചെയ്യുന്നു. ഹീ ഗാർഡ്സ് ഓൾ ദാറ്റ് ഈസ് മൈൻ. ഹീ സീസ് ദാറ്റ് ഐ എം ഗിവൺ പ്ലസൻറ്റ് ബ്രൂക്സ് ആൻഡ് മെഡോസ് ആസ് മൈ ഷെയർ. എൻ്റെ ഷെയറായിട്ട്, എൻ്റെ ഓഹരിയായിട്ട്, എനിക്കുള്ള പങ്കായിട്ട് അവൻ മനോഹരമായ അരുവികളും സുന്ദരമായ മനോഹരമായ മൈതാനങ്ങളും എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. എനിക്കിതെല്ലാം അവൻ തരികയാണ്. ഹി സീസ് ദാറ്റ് ഐ എം ഗിവൺ പ്ലസൻറ്റ് ബ്രൂക്സ് ആൻഡ് മെഡോസ് ആസ് മൈ ഷെയർ. നല്ല സുന്ദരമായ പ്രകൃതിയുടെ മോഹനമായ ദൃശ്യങ്ങളെല്ലാം അവൻ എനിക്ക് വേണ്ടി തരികയാണ്, എനിക്ക് സമ്മാനമായി തരികയാണ്. പ്രകൃതിയുടെ ലാവണ്യം മുഴുവൻ എനിക്ക് തരികയാണ്, പ്രകൃതിയുടെ വിഭവങ്ങളെല്ലാം എനിക്ക് തരികയാണ്. ഈ പ്രകൃതിയിലുള്ളതായ സന്തോഷ വസ്തുക്കളെല്ലാം അവൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഹി സീസ് ദാറ്റ് ഐ എം ഗിവൺ പ്ലസൻറ്റ് ബ്രൂക്സ് ആൻഡ് മെഡോസ് ആസ് മൈ ഷെയർ. വാട്ട് എ വണ്ടർഫുൾ ഇൻഹെറിറ്റൻസ്. എത്ര അതിശയനീയമായ അത്ഭുതകരമായ അവകാശമാണ് എനിക്കുള്ളത്. മലയാള വേദപുസ്തകത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. നല്ലൊരവകാശം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ കരങ്ങളിലാകുകയാണ്. നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ ഒരു പരിഗണനാ വിഷയമായി മാറുകയാണ്. എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണത്. നിത്യനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ കാര്യം ഏറ്റെടുക്കുകയാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് ഒരിക്കൽ പാടി, കമ്മിറ്റ് ദൈ വേ അൺടു ഗോഡ്. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാനാണ് പറയുന്നത്. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഏത് നിർവഹിക്കും? അതിന് തൊട്ടു മുമ്പുള്ള വാക്യം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. 37-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാം, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിവർത്തിക്കും ദൈവം. മറ്റൊരു ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പാടും, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ദൈവം എനിക്ക് വേണ്ടിയെല്ലാം ചെയ്യുന്നു. പഠിക്കുന്ന കുട്ടികളുണ്ട്, പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ കൂടെ പരീക്ഷാ ഹോളിൽ വന്നിരിക്കും ഈ നിത്യനായ ദൈവം. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ കയ്യിൽ അവൻ്റെ കരം പിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ബുദ്ധിയിൽ അവൻ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കും.
നിങ്ങളുടെ ഓർമ്മശക്തിയെ കർത്താവ് ഉദ്ദീപിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ കഴിവുകളെ കർത്താവ് ഉന്മേഷത്താക്കിക്കൊണ്ടിരിക്കും. ദൈവം നിങ്ങളിൽ ചലനം സൃഷ്ടിക്കും. ദൈവം നിങ്ങളിൽ ചൈതന്യം സൃഷ്ടിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്തുകൊണ്ടാണെന്നോ, അവൻ്റെ പ്രത്യേക അവകാശമായി നമ്മെ തീർത്തിരിക്കുന്നു. അവൻ്റെ വകയാക്കി നമ്മെ തീർത്തിരിക്കുന്നു. നമ്മുടെ വിഷയം അവൻ്റെ വിഷയമായി തീർത്തിരിക്കുന്നു. ഹീ ഗോഡ്സ് ഓൾ ദാറ്റ് ഈസ് മൈൻ. എൻ്റേതെല്ലാം അവൻ ഗോഡ് ചെയ്യുന്നു. അവൻ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിനുള്ളിലാകുക, ദൈവത്തിൻ്റെ കൃപയുടെ വലയത്തിനുള്ളിലാകുക, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിധിക്കുള്ളിലാകുക, ദൈവരാജ്യത്തിനുള്ളിലാകുക. ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അത് നമുക്ക് സമ്പാദിക്കാവുന്നതാണ്. മരിച്ച് കടന്നുപോയതിന് ശേഷമല്ല, ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ആ മഹാഭാഗ്യം നമുക്ക് നേടിയെടുക്കാം. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ജോർജ് മാത്തീസൺ എന്ന് പറയുന്ന ഒരു പട്ടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം പട്ടക്കാരനാണ്, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ജോർജ് മാത്തീസൺ. പക്ഷേ അദ്ദേഹം നിരീശ്വരനായിരുന്നു. ദൈവമില്ല എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അന്നുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ആൻ ഓർഡെയിൻഡ് എത്തീസ്റ്റ് എന്നാണ്. അഭിഷേകം കിട്ടിയ ഒരു പട്ടക്കാരൻ. എങ്ങനെയുള്ള ആൾ? ഓർഡെയിൻഡാണ്, അഭിഷേകം കിട്ടിയ ആളാണ്. പക്ഷേ ഹീസ് എൻ എത്തീസ്റ്റാണ്. എത്തീസ്റ്റ്, നിരീശ്വരൻ, ദൈവമില്ലെന്ന് പറയുന്നയാൾ, ആൻ ഓർഡെയിൻഡ് എത്തീസ്റ്റ്. എന്നാൽ ഈ ജോർജ് മാത്തീസൺ അദ്ദേഹം ഒരവസരത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി. എന്താണ് എഴുതിയതെന്നോ? അത് എഴുതിയത് ഇങ്ങനെയാണ്: ഓ ലവ് ദാറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ. എന്നെ എൻ്റെ വഴിക്ക് വിടാത്ത അല്ലയോ നിത്യോന്നത സ്നേഹമേ. മനോഹരമായൊരു പാട്ടാണ് അദ്ദേഹം എഴുതിയത്. ആ പാട്ടിൻ്റെ തുടക്കം അങ്ങനെയാണ്: ഓ ലവ് ദാറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ. എന്നെ വിട്ടുകളയാത്ത സ്നേഹമേ. എന്താണ് അദ്ദേഹം എഴുതാൻ കാരണമെന്നറിയാമോ? നിരീശ്വര ചിന്തയെല്ലാം വിഡ്ഢിത്തമാണെന്നതിന് മനസ്സിലായി. ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. ആ ദൈവം സ്നേഹമാണെന്ന് മനസ്സിലായി. അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലായി. അന്ധനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു സമയത്ത്. പക്ഷേ അദ്ദേഹം ഈ സ്നേഹത്തെ കണ്ടെത്തിയപ്പോൾ, ആന്തരിക കണ്ണ് തുറന്നപ്പോൾ അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. അനേകം പാട്ടുകൾ എഴുതി, വളരെ ഹൃദയഹാരിയായ അനേകം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. മാത്രമല്ല, അനേകർക്ക് ആത്മാവിൻ്റെ ഔന്നത്യം നേടിക്കൊടുക്കുന്ന സുന്ദരമായ പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തി. ഓ ലവ് ദാറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ. എന്നെ കൈവിട്ട് കളയാത്ത നിത്യസ്നേഹമേ. ദൈവത്തിന് സ്തോത്രം. കേൾക്കുക പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞെങ്കിലും അദ്ദേഹം ആ കാലങ്ങളെല്ലാം നേടിയെടുത്തു, ആ കാലങ്ങളെല്ലാം മാറ്റിയെടുത്തു. അദ്ദേഹം ദൈവവിശ്വാസിയായി തീർന്നു, ക്രിസ്തു വിശ്വാസിയായി തീർന്നു. ഇന്ന് ക്രൈസ്തവ ലോകത്തിന് ഏറ്റവും പ്രസിദ്ധനും അറിയപ്പെടുന്നവനുമായ ധന്യനായ ഒരു വ്യക്തിയായി ജോർജ് മാത്തീസൺ മാറി. റവറൻ ജോർജ് മാത്തീസൺ. സഹോദരങ്ങളെ, നമുക്ക് ഇനിയും സമയമുണ്ട്. ഇനിയും നമുക്ക് വേണമെങ്കിൽ തിരിയാം. ഇനിയും നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം. ദൈവത്തെ നമുക്ക് ഏൽപ്പിക്കാൻ ഇനിയും കാലമുണ്ട്, ഇനിയും സമയമുണ്ട്. ഈ സമയം നഷ്ടപ്പെടുത്തരുത്. ഇനി എത്ര കാലമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇനിയും സമയമുണ്ട്. ഇന്ന് നമുക്ക് ശരീരത്തിൽ ആയുസ്സുണ്ട്. ഇന്ന് ഈ ശരീരത്തിൽ ജീവൻ തുടിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചലനാത്മകത്വമുണ്ട്, നമുക്ക് ചിന്തിക്കാൻ കഴിവുണ്ട്, നമുക്ക് കാണുവാൻ കണ്ണുണ്ട്, വചനം കേൾക്കാൻ കാതുണ്ട്, നമുക്ക് വായിക്കാൻ ശേഷിയുണ്ട്. നമുക്ക് തിരുവചനം വായിക്കാം, നമുക്ക് തിരുവചനം കേൾക്കാം, നമുക്ക് തിരുവചനം ധ്യാനിക്കാം. നമുക്കിന്ന് ഓർമ്മശക്തിയുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാവങ്ങളെ ഓർത്ത് നെടുവീർപ്പിടാൻ ഇന്ന് നമുക്ക് സമയമുണ്ട്. കഴിഞ്ഞകാല ജീവിതത്തിലെ തിന്മകളോർത്ത് നമുക്ക് അനുദപിക്കാൻ സമയമുണ്ട്. ദൈവത്തെങ്കിലേക്ക് നിങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം വിട്ടുകൊടുക്കൂ. കമ്മിറ്റ് ദൈ വേ അൺ ടു ഗോഡ്, ഹി വിൽ സസ്റ്റെയിൻ ദീ. ദൈവത്തെങ്കിലേക്ക് നീ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. അവൻ നിന്നെ പുലർത്തിക്കൊള്ളും, അവൻ നിന്നെ പോറ്റിക്കൊള്ളും, അവൻ നിനക്കുള്ളത് പരിപാലിച്ചുകൊള്ളും. ഇത് മിഥ്യയായ ഒരു അവകാശവാദമല്ല സ്നേഹിതരെ. ഇത് വെറുതെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ പറയുന്ന വാക്കുകളല്ല, അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഉള്ളുപൊള്ളി യാതനയിൽ നീറുമ്പോൾ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ തേടി അവിടെ ചെന്ന് മുട്ടുമടക്കി കർത്താവേ നിൻ്റെ കരം എൻ്റെ മേൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവിക്കാം ഈ യേശുവിനെ. യേശു നിങ്ങളുടെ അരികത്വം നിൽക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. കണ്ണാൽ കാണുകയല്ല, കാതാൽ കേൾക്കുകയല്ല, പക്ഷേ നിങ്ങൾക്ക് അനുഭവിക്കാം. ഈ ക്രിസ്തുവിനെ അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മഹാത്ഭുതമാണ്. ക്രിസ്തു 2000-ലേറെ വർഷം മുൻപ് കടന്നുപോയ ഒരു വ്യക്തിയല്ല, നേരെ മറിച്ച് ഇപ്പോഴും ജീവിക്കുന്ന ക്രിസ്തു.
നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ അരികത്തെ ക്രിസ്തു വരുന്നുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാം. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 4-ാം വാക്യം എന്താണെന്നറിയാമോ? തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യപന്മാരെ ഉണർന്ന് കരവീൻ. പ്രവാചകൻ പറയുകയാണ്, മദ്യപന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാലങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ പലതും നഷ്ടപ്പെടുത്തി കളഞ്ഞു. പല പല പാപങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആയുസിൻ്റെ പല ഭാഗങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മദ്യപന്മാരെ ഉണർന്ന് കരയുവീൻ. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. വളരെ മനോഹരമായ ഒരു നല്ല വയൽ പ്രദേശമായിരുന്നു. നല്ല നല്ല മനോഹരമായ നെൽകൃഷിയായിരുന്നു, അല്ലെങ്കിൽ ഗോതമ്പ് കൃഷിയാകട്ടെ, നല്ല സുന്ദരമായ കൃഷിയായിരുന്നു. അത് ആദ്യം വന്നത് തുള്ളനാണ്. ആ തുള്ളൻ വന്ന് അതിൻ്റെ നല്ല പച്ചിലകളെല്ലാം കൊറിഞ്ഞു കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. തുള്ളൻ ശേഷിപ്പിച്ചു. ഇലകളിലേ കുറഞ്ഞു പോയുള്ളൂ, കുരുന്നിലകൾ ഇനിയും വരുമല്ലോ, സാരമില്ലെന്ന് ഉടമസ്ഥൻ ഓർത്തു. പക്ഷേ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ആ തുള്ളൻ ശേഷിപ്പിച്ചിരുന്നതെല്ലാം വെട്ടുക്കിളി തിന്ന് കളഞ്ഞിരിക്കുകയാണ്. പച്ചയായ പലയിടത്തും ഇങ്ങനെ മുറിഞ്ഞു പോവുകയല്ല, കുറഞ്ഞു പോവുകയുമല്ല, അത് പലതും അങ്ങ് തീർന്നു പോവുകയാണ്, തിന്നു കളഞ്ഞിരിക്കുകയാണ്. തണ്ടുണ്ട്, തണ്ടിൽ അവിടെ ഇവിടെ ചെറിയ ചെറിയ ശാഖകളുണ്ട്. അയ്യോ, എന്തു ചെയ്യും? സങ്കടം തോന്നി. സാരമില്ല, തണ്ടുണ്ടല്ലോ, ഇനിയും മുളകൾ കിളിർത്തുകൊള്ളും, ഇനിയും കതിരുണ്ടായിക്കൊള്ളും. പ്രതീക്ഷയോടെ പോയി. 3-ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ബാക്കിയുള്ളത് അതും തിന്നു, വിട്ടിൽ തിന്നു കളഞ്ഞു. ഏതാണ്ട് അതിൻ്റെ നല്ല ഭാഗങ്ങളെല്ലാം തന്നെ തിന്നു കളഞ്ഞു. ഇങ്ങനെ അതിൻ്റെ കട മുതൽ ഇങ്ങനെ ഓരോ ഭാഗം മാത്രം ഇങ്ങനെ ഓങ്ങിപ്പിടിച്ചതുപോലെ നിൽക്കുന്നുണ്ട്. ഉടമസ്ഥൻ്റെ ചങ്കലച്ചുപോയി, സങ്കടം വന്നു. പക്ഷേ സാരമില്ല, കടയുണ്ടല്ലോ, ആ കടയുടെ ചുവട്ടിൽ നിന്ന് വേറെ മുളകൾ, പടുമുളകൾ വന്നാൽ മതിയല്ലോ, എന്നാലെങ്കിലും കുറെ കിട്ടുമല്ലോ. ആഗ്രഹിച്ചു. പക്ഷേ വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു നിന്നു. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ കട പോലും കാണാനില്ല, എല്ലാം ശൂന്യമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേകരുടെ ജീവിതം എങ്ങനെയാണ്? പലതുമായി എല്ലാം നഷ്ടപ്പെടുത്തി. കഞ്ചാവിന് കുറെ കളഞ്ഞു, മദ്യത്തിന് കുറെ കളഞ്ഞു, സിനിമയ്ക്ക് കുറെ കളഞ്ഞു, അഴുക്ക് ജീവിതത്തിന് കുറെ കളഞ്ഞു, വ്യഭിചാരത്തിനും വേശ്യാസംഘത്തിനും കുറെ കളഞ്ഞു, സ്ത്രീ പീഡനത്തിനും സ്ത്രീകളെ കമൻ്റ് അടിക്കുന്നതിനുമായി ആയുസിന് നല്ല ഭാഗം കളഞ്ഞു. ചീത്ത കൂട്ടുകെട്ടിൽ മുഴുകി ജീവിതം താറുമാറാക്കി. മാതാപിതാക്കളോട് അനുസരണക്കേടിലും കൊള്ളരുതാത്ത ബന്ധങ്ങളിലും പ്രേമക്കുരുക്കുകളിലും പെട്ട് ജീവിതമെല്ലാം നശിപ്പിച്ചു, എല്ലാം മുടിച്ചു കളഞ്ഞു. സ്നേഹിതരെ, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് യോവേൽ പ്രവാചകനിൽ കൂടി പറയുന്നുണ്ട്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിത്യനായ ദൈവം അരുളി ചെയ്യുകയാണ്. വിട്ടിൽ തിന്നു, വെട്ടുക്കിളി തിന്നു, തുള്ളൻ തിന്നു, പച്ചപ്പുഴു തിന്നു, എല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടു. എന്നാൽ നിങ്ങൾക്ക് ഞാൻ പകരം തരാമെന്നാണ് കർത്താവ് പറയുന്നത്. ഇനിയും സമയമുണ്ടെന്നാണ് പറയുന്നത്. പകരം തരാമെന്ന്. നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന മഹാസൈന്യമായ വിട്ടിലും വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകാമെന്ന് നിത്യനായ ദൈവം അരുളി ചെയ്യുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കാം. സ്വാതന്ത്ര്യം നിങ്ങളുടെ കൈവശമാണ്. ആരും നിങ്ങളെ നിർബന്ധിക്കുകയില്ല. വേണമെങ്കിൽ, നല്ലതെന്ന് തോന്നുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ക്രിസ്തുവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാം. കർത്താവ് ഇത്രയും കാലം പിശാചിന് ഇടം കൊടുത്തതായ ജീവിതമാണ്, പാപത്തിന് വഴിപ്പെട്ടു പോയ ജീവിതമാണ്, സാത്താൻ ഈമ്പിക്കുടിച്ച ജീവിതമാണ്. എൻ്റെ സത്തെല്ലാം പിശാച് ഊറ്റിയെടുത്തു. കർത്താവേ, സാത്താനെ നശിപ്പിച്ചു. അനേകം തെറ്റായ വഴികളിലൂടെയെല്ലാം ഞാൻ ജീവിച്ചു. കർത്താവെ, ദ്രവ്യാഗ്രഹത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അടിമയായി ഞാൻ ജീവിച്ചു പോയി. വഴക്കും പിണക്കവും വൈരാഗ്യവും എൻ്റെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടി. എൻ്റെ ജീവിതത്തിൽ അസൂയയും പകയും വിദ്വേഷവും നിറഞ്ഞു വന്നു. കർത്താവെ, എൻ്റെ ജീവിതം താറുമാറാക്കി കളഞ്ഞു. കൊള്ളരുതാത്ത ബന്ധങ്ങളിൽ മുഴുകി എൻ്റെ ആയുസ്സും എൻ്റെ ശരീരവും ഞാൻ നശിപ്പിച്ചു. നാഥാ, ഇന്ന് ഈ വചനം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ നിന്നോടൊരു വാക്ക് പറയുകയാണ്. തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം തരാമെന്നല്ലോ നീ കൽപ്പിച്ചത്. കർത്താവേ, നീ എനിക്ക് നല്ല കാലങ്ങൾ തരണമേ.
പിതാക്കന്മാർ പണ്ട് പാടിയതുപോലെ ആനന്ദൈശ്വര്യം എഴുന്ന മാസങ്ങളും ആണ്ടുകളും എനിക്ക് തരണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. മാസാബ്ദങ്ങൾ, ആനന്ദൈശ്വര്യം എഴും മാസാബ്ദങ്ങൾ, ആനന്ദവും ഐശ്വര്യമുള്ളതായ മാസങ്ങളും ആണ്ടുകളും നാഥാ നീ എനിക്ക് തരണമേ. പാവത്തിൻ്റെ പാഴികളിൽ പോക്കിയതായ എൻ്റെ ജീവിതം നിന്റെ ജീവധ്വനി ഇപ്പോൾ കേട്ടുകൊണ്ട് ഞാനിതാ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. യേശുവേ, നീ എന്നെ കൈക്കൊള്ളണമേ. എൻ്റെ മേൽ നിന്റെ കരം വരണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ പാനപാത്രത്തിൻ്റെ അവകാശമായി കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഓഹരിയായി യേശുവേ നിന്നെ കാണുവാൻ, നിൻ്റെ സമ്പത്തായി മാറുവാൻ, നീ എൻ്റെ സമ്പത്തായി മാറുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. എന്താണ് നാം വായിച്ചത്? നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. സഹോദരങ്ങളെ, ഈ അനുഭവത്തിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളായിരിക്കും. ശോഭന തീരത്തേക്ക് ദൈവം നിങ്ങൾ അടുപ്പിക്കും. നാളെ തുറന്നുപോയ പാപങ്ങളെല്ലാം കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തിൽ കഴുകപ്പെടും. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ക്രൂസിൽ മരിച്ച് ദിവ്യജീവൻ അർപ്പണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം നിങ്ങളെ കഴുകി വെടിപ്പാക്കും. നിങ്ങളതിനു വേണ്ടി ഒരു പൈസയും മുടക്കണ്ട, ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളുടെ പാപങ്ങളോട് യാത്ര പറയുവാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാകപ്പിഴകൾ തിരുത്തുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ശോഭനമായ നല്ലൊരു കാലം കർത്താവ് തരും. അനുഗ്രഹീതമായ ആ സന്തോഷത്തിൻ്റെ സൽക്കാലത്തിലേക്ക് ദൈവം നിങ്ങളെ മാടി വിളിക്കുകയാണ്. കരുണയുള്ള കർത്താവ് നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം, വേണമെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം വെച്ചു മാറാം. നിങ്ങളുടെ തകർന്നുപോയ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുവീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ദൂതുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കരുണയുള്ള വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ നാഥ, ഞങ്ങളെ സ്നേഹിക്കുന്ന ക്രൂസിലെ സ്നേഹത്തെ ഞങ്ങൾ കാണുന്നു. ആ സ്നേഹത്തിൻ്റെ ബലിവേദിയിൽ ഞങ്ങളെ തന്നെ അർപ്പണം ചെയ്യുന്നു. ഞങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളെ കഴുകണമേ, തിരുരക്തത്താൽ മുദ്രയിടണമേ, തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. പുതിയ ജീവൻ ഞങ്ങൾക്ക് നൽകണമേ, പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ, പുതിയ അനുഭവങ്ങൾ തരണമേ. രോഗഗ്രസ്തമായി ശരീരത്തിൽ നിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് രോഗബാധകൾ മാറ്റണമേ, ശാപദോഷങ്ങൾ നീക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, എല്ലാ ബാധകളെയും നീക്കണമേ, പൈശാചിക ബാധകളിൽ നിന്ന് മോചനം തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.